വാഗമൺ ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിൽ ലഹരിമുക്ത വാഗമൺ പരിപാടിയുടെ ഭാഗമായി നാട്ടുകാർ പ്രതിജ്ഞയെടുത്തു. പ്രതിജ്ഞയ്ക്ക് മുന്നോടിയായി ടൗൺ ചുറ്റി റാലിയും നടന്നു. തുടർന്ന് നടന്ന സമ്മേളനം ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ്മ തോമസ് ഉദ്ഘാടനം ചെയ്തു. വാഗമണിലെ മയക്കുമരുന്ന് വ്യാപനം തടയാനാണ് റാലിയും യോഗവും സംഘടിപ്പിച്ചത്. വാഗമൺ ജാഗ്രതാ സമിതിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. റാലിക്ക് ശേഷം നടന്ന യോഗം ഏലപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ്മ തോമസ് ഉദ്ഘാടനം ചെയ്തു. നമ്മൾ എല്ലാവരും ഒത്തൊരുമിച്ച് നിന്ന് ഒറ്റക്കെട്ടായി നിന്ന് നമ്മൾ ഇതിനു വേണ്ടി പരിശ്രമിക്കേണ്ടത് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ നല്ല ഒരു ജനതയെ, നല്ല ഒരു തലമുറയെ നമുക്ക് വാർത്തെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് നമ്മൾ ഇവിടെ ഈ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തത് കൊണ്ട് മാത്രം ഇവിടെ ഈ പ്രസ്ഥാനം ഒതുങ്ങാതെ ഇത് നമുക്ക് വളരെ കരുതലോടുകൂടി, വളരെ ശ്രദ്ധയോടുകൂടി എല്ലാവരും ഒത്തൊരുമിച്ച് ഒറ്റക്കെട്ടായി നമുക്ക് ഇത് മുമ്പോട്ട് തന്നെ കൊണ്ടുപോയെങ്കിൽ മാത്രമേ നമുക്ക് ഇത് വിജയത്തിൽ എത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഒരു യാത്രയാണ് ഈ വാഗമണ്ണിന്റെ ടൗണിൽ നടക്കുവാൻ പോകുന്നത്. ഈ ജാഥ വലിയൊരു വിജയം. ഹരിത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രുതി പ്രദീപ് അധ്യക്ഷയായി. വാഗമൺ CI ക്ലീറ്റസ് തോമസ് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. ജീവിതമാണ് ഏറ്റവും നല്ല ലഹരി എന്ന ആശയം എന്റെ ജീവിതത്തിൽ പകർത്തുന്നതിനൊപ്പം മറ്റുള്ളവരുടെ പീരുമേട് ഡിവൈഎസ്പി വിശാൽ ജോൺസൺ, ജാഗ്രതാ സമിതി ചെയർമാൻ V സജീവ് കുമാർ, ഫാദർ ആന്റണി വാഴയിൽ, KV വിനോദ്, ഫാദർ മെർവിൻ വരേൻകുന്നൽ, ലതാ ജയൻ, TN ശശികുമാർ, B ഷൈൻകുമാർ, T മധു, S രതീഷ്, N സുധാകരൻ എന്നിവർ സംസാരിച്ചു. റാലിയിലും പ്രതിജ്ഞയിലും പോലീസ്, എക്സൈസ്, വനം വകുപ്പ് ഉദ്യോഗസ്ഥർ, മത സാമുദായിക സാംസ്കാരിക നേതാക്കൾ, വ്യാപാരികൾ, കുടുംബശ്രീ പ്രവർത്തകർ, ഓട്ടോ ജീപ്പ് ടാക്സി തൊഴിലാളികൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങി നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. മയക്കുമരുന്ന് വ്യാപനം തടയുന്നതിന് ജനപ്രതിനിധികൾ, പൊതുപ്രവർത്തകർ, സാമുദായിക നേതാക്കൾ എന്നിവരുടെ സഹകരണത്തോടെ വാഗമൺ പോലീസ് ലഹരിമുക്ത വാഗമൺ എന്ന പേരിൽ ജാഗ്രതാ സമിതി രൂപീകരിച്ചു. ഇടുക്കി വിഷൻ ന്യൂസ്, വാഗമൺ.